അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, സഭയിൽ എല്ലാവരും എടുക്കട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 14. ആദ്യം 1 കൊരിന്ത്യർ ലേഖനം 12, 28 മുതൽ 31 വരെ വായിക്കണേ ആരെങ്കിലും. 1 കൊരിന്ത്യർ ലേഖനം 12. നോക്കണേ, ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും വിവിധ ഭാഷാവരം. സഭയിൽ വിവിധ ഭാഷാവരം, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ആൻഡ് എ മിനിസ്ട്രി ഗിഫ്റ്റ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ് എന്നിരിക്കുന്നു KJV-യിൽ. വിവിധ ഭാഷകൾ, ഒരു ഭാഷ അല്ല, വിവിധ ഭാഷകൾ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഭാഷകളിൽ അതിനർത്ഥമുണ്ട്, അതിന് വ്യത്യാസമായിട്ടുള്ള അഭിഷേകമുണ്ട്, അതിന് തരത്തിലുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം വിവിധ ഭാഷകളിൽ കൂടി ദൈവജനത്തിന്റെ മധ്യേ ക്രിയ നടപ്പിക്കുന്നത്. ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്, വിവിധ ഭാഷകൾ. ചില സമയങ്ങളിൽ ഞാൻ രോഗികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ കൈവച്ച് 3-4 അന്യഭാഷ, അതോടെ രോഗം സൗഖ്യമുണ്ടായി. ദ ടങ്സ് ഈസ് ഫോർ ഹീലിംഗ്. ചിലപ്പോൾ ചിലർ തലയിൽ കൈവച്ച് അന്യഭാഷ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അകത്ത് ഇന്നർ ഹീലിംഗ് ഉണ്ടാകും. ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദെൻ സംതിങ് വിൽ ഹാപ്പൻ. അത് കുറഞ്ഞു പോകുമ്പോൾ ഞാൻ വീണ്ടും ലോഡ് ചെയ്തിട്ട് പ്രാർത്ഥിക്കും. അതിനുവേണ്ടിയാണ് പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയില്ല. ഓക്കെ, സോ ഇത് ആരാധന തീരും മുമ്പേ ആവശ്യമുള്ളവർ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും അക്കോർഡിംഗ് ടു ദ അനോയിന്റിംഗ്. എവിടെ പാസ്റ്റർമാരുടെ അടുക്കൽ തല കൊണ്ട് കൊടുത്താലും ആദ്യം ചെന്ന് കൊടുക്കണം. ആദ്യം കിട്ടുന്ന അഭിഷേകം വീണ്ടും വീണ്ടും ജനങ്ങൾ വരുമ്പോൾ അത് കുറഞ്ഞു പോകും. അത് അവർക്ക് മാത്രം അറിയാവൂ. ഓക്കെ ഓക്കെ ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്, വിവിധ ഭാഷകൾ. 1 കൊരിന്ത്യർ ലേഖനം 12:4 മുതൽ 7 വരെ വായിക്കണേ. 12:4 മുതൽ 7. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. മതി വീണ്ടും അത് വായിക്കണേ. അതല്ല, അതന്നെ അടുത്ത് വരി. പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ആരെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കുക. NIV ആരുടെ കയ്യിലുണ്ട്? NIV, എനി അതർ ട്രാൻസ്ലേഷൻ? അത് മാത്രം. 1 കൊരിന്ത്യർ ലേഖനം 12:7 മാത്രം. To the profit of all. Now to each one the manifestation of the Spirit is given for the common good. Common good, okay. But the manifestation of the Spirit is given to every man to profit within. See, that's a profit of himself first. Profit within first, himself. കണ്ടോ, ഇത്ര സമയത്ത് തന്നെ എത്ര മാറ്റങ്ങൾ. ഓക്കെ, എനി അതർ ട്രാൻസ്ലേഷൻ? KJV-ൽ ഇങ്ങനെ പറയുന്നു, ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഈസ് ഗിവൻ ടു എവറി മാൻ ടു പ്രോഫിറ്റ് വിതാൽ. ഓക്കെ, എങ്ങനെയാണെന്ന് നാം എടുത്തോളാം. ആദ്യം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ അതിൻ്റെ ആദ്യത്തെ പ്രയോജനം ആർക്കാ? നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ഫോർ യു ഫസ്റ്റ്. ആദ്യം നിങ്ങൾ കഴിച്ചിട്ട് പിന്നെ കൊടുക്കുക. നിങ്ങൾ അതിൽ കൂടി നിങ്ങൾക്ക് ഒത്തിരി നന്മകളുണ്ട്. ഓക്കെ, സോ ത്രൂ ദ ടങ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അന്യഭാഷ വ്യാഖ്യാന വരം വരുമ്പോൾ അതിലാദ്യം ഉണ്ടാകുന്ന നിങ്ങൾക്കാകുന്നു. ഞാനിപ്പം നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇനി വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ,
ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവേ, അവരൊക്കെയും ചേർന്ന് എന്നെ നശിപ്പിക്കുന്നു, അവരെന്നെ കൊല്ലുവാൻ വരുന്നു, എൻ്റെ ശരീരമൊക്കെയും വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ അവൻ തന്നെ പറയുക, എന്നാലും എൻ്റെ ആത്മാവേ നീ കർത്താവിനെ നോക്കി അങ്ങ് ഇരിക്കുക, അവനിൽ നിന്ന് നിനക്ക് രക്ഷ ഉണ്ടാകും. ആദ്യം പറഞ്ഞത് ആരാ? അവൻ തന്നെയാ. പിന്നെ പറയുന്നത് ആരാ? അവൻ തന്നെയാ. വീണ്ടും അവൻ തൻ്റെ യാചനകൾ, കഷ്ടങ്ങളെ പറഞ്ഞിട്ട് ഉത്തരം അവൻ തന്നെ പറയൂ. ദാറ്റ് ഈസ് സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഇന്റർപ്രിട്ടേഷൻ. ടങ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നാലും അന്ന് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, 110 സങ്കീർത്തനം 1-2 വായിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട്, വായിക്കുക ആരെങ്കിലും പെട്ടെന്ന് വേഗം, യഹോവ എൻ്റെ കർത്താവിനോട്, യാവേ വിത്ത് മൈ അഡോനായി, യാ മതി മതി, ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞതാരാ? ദാവീദാ. അപ്പം സ്വർഗത്തിൽ പിതാവ് യഹോവ അഡോനൈ യേശുവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത് ദാവീദിന് എങ്ങനെ അറിയാം? ദിസ് ഈസ് വാട്ട് ഹോളി സ്പിരിറ്റ്. സ്വർഗത്തിൽ നടക്കുന്നത് ഇവിടെ അറിയാം. ഹല്ലേലൂയ. പ്രോഫറ്റിക് സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് പ്രെയറിലാണ് വരുന്നത്. ഇതൊക്കെ സ്പിരിറ്റ് ഓഫ് പ്രെയറിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു തരട്ടെ, ചില അഡാസ്മെന്റുകളൊക്കെ ഉണ്ട്, ടെക്നിക്സ്. ഒന്ന്, ആദ്യം ആരാധിക്കുവാൻ തുടങ്ങുന്നു എന്ന് വെച്ചോ. ഓക്കെ, ബൈബിൾ തുറന്നു വെച്ചിട്ട് ഏതെങ്കിലും ഒരു സങ്കീർത്തനം എടുക്കണം, ഏതെങ്കിലും ഒന്ന്. ഓക്കെ, നമുക്ക് 23 എടുക്കാം. ഓക്കെ, എടുത്തിട്ട് ഇതാണ് ഡേവിഡ്സ് ടെക്നിക് 23. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നുള്ളതാണ്. സോ ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഹോളി സ്പിരിറ്റ് ഐ വെൽക്കം യു ലോർഡ്, ഐ ലവ് യു ലോർഡ്, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ, ഓ ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, എൻ്റെ ട്യൂണിൽ. ഓക്കെ, നിങ്ങളുടെ ട്യൂണിൽ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ, നമുക്കും ദൈവത്തിന് മാത്രം. എന്ത് ട്യൂണിലാണെങ്കിലും പാടാം. യഹോവയാം ദൈവമൻ ഇടയനത്രേ. അങ്ങനെ പതുക്കെ വചനത്തെ അങ്ങനെ പാടായിട്ട് പാടും. പാടി 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 അങ്ങനെ വരും. 1 അധികാരം 2 അധികാരം അങ്ങനെ 1-2 ചാപ്റ്റർ ഞാൻ അങ്ങനെ വചനത്തെ തന്നെ പാട്ടായിട്ട് അങ്ങ് പാടും. അങ്ങനെ പാട്ടായിട്ട് പാടി വരുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റിന് ഒരു പേരെന്നറിയാമോ? ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. എന്താ? വചനത്തിൻ്റെ, സത്യത്തിൻ്റെ ആത്മ. പെട്ടെന്ന് അതിനെ ക്ലിക്ക് ചെയ്യും. ഇത് രണ്ടും ക്ലിക്കാവും പെട്ടെന്ന്. ഓക്കെ, ഇത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥന അറിയാമോ? 2 രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ട്. ഒന്ന് യഹൂദന്മാരുടെ പ്രാർത്ഥന, ഒന്ന് അറിയാത്ത പെന്തോസ്കാരുടെ പ്രാർത്ഥന. ഓക്കെ, ഞാൻ പറയാം. യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിക്കണേ, യഹൂദന്മാർക്ക് ഒന്ന് ആവശ്യമുണ്ടെന്ന് വെച്ചോ. യഹൂദന്മാർക്ക് എന്തെങ്കിലും ആവശ്യമെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവമേ എനിക്ക് അതില്ല, അത് തരണമേ എന്ന് പ്രാർത്ഥിക്കില്ല. അവർ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിലും മുട്ടുണ്ടാകില്ല. യാവേ റോയി ഇങ്ങനെ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിലും മുട്ടുണ്ടാകില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിലും മുട്ടുണ്ടാകില്ല. ഇങ്ങനെ എന്ത് ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുന്നു അത് വീണ്ടും 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 പറയും. അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ മൈൻഡിൽ ചെന്ന്, സ്പിരിറ്റിൽ ചെന്ന് അവിടെ തീ കത്തും. അത് അവർക്കുണ്ടാകും. ദിസ് ഇസ് എ റിയൽ പ്രേയർ. പ്രേ വാട്ട് യു വാണ്ട്, പ്രേയിങ് ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, സിംഗിങ് ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ പറയട്ടെ, കർത്താവേ, എങ്ങനെ? കർത്താവേ, എൻ്റെ ശരീരത്തിൽ വളരെ വേദനകളുണ്ട്, എങ്കിലും നീ പറഞ്ഞിരിക്കുന്നു, ഞാൻ യഹോവ റോഫി എന്ന് പറഞ്ഞിരിക്കുന്നു, നീ എന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് എനിക്ക് സൗഖ്യം ഉണ്ടായിരിക്കുന്നു, സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇതാണ് ടങ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. സ്റ്റാർട്ടിങ്
സ്റ്റാർട്ടിങ് ഞാൻ പറയട്ടെ, ഓ ഹല്ലേലൂയ മഹന്ദുൽ കിയ തിബഹഷിമലാന്തനിക്കിയ, നീ എന്നെ സൗഖ്യമാക്കുന്ന ഇടയനാകുന്നു. ഞാൻ പറയട്ടെ, അത് ഇന്റർപ്രിട്ടേഷനോ ഇല്ലയോ, വചനമല്ലേ, സത്യമാ, തെറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ചിന്തിക്കാതെ തന്നെ അങ്ങനെ പറഞ്ഞ് സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, അന്യഭാഷ സംസാരിക്കുക, ഒരു ലൈൻ അന്യഭാഷ, പിന്നെ വാക്കുകൊണ്ട് അതിനങ്ങ് സംസാരിക്കുക, കർത്താവിനോട് സ്തുതിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ രണ്ടും ചേർന്ന് പോകുമ്പോഴുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഓട്ടോമാറ്റിക്കലായിട്ട് ഇന്റർപ്രിട്ടേഷൻ വരും, പ്രവാചകം വരും. പേഴ്സണൽ പ്രെയറിൽ രണ്ട് രീതിയിലുള്ള പ്രവാചകമുണ്ട്. ഒന്ന് പേഴ്സണൽ പ്രോഫസി, രണ്ട് പ്രോഫസി ഫോർ അതേഴ്സ്. സങ്കീർത്തനങ്ങളിൽ ദാവീദ് അവനോട് പറഞ്ഞ പ്രോഫസി ഇരിക്കുന്നു. അവനോട് പറഞ്ഞ പ്രോഫസി. അന്യഭാഷ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ വന്ന പ്രോഫസികൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. ഞാൻ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അന്യഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. അന്യഭാഷയിൽ നിങ്ങൾ ഫ്ലോ ആയി പോകുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ നിങ്ങളുടെ ആത്മാവിൽ എന്തോ ഒന്ന് നടക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് ഒന്നിൽ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ റെഡിയാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ ഒന്ന് വരുന്നു, ഒരു വേർഡ്, ഒരു പ്രോഫസി, ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നു, അത് നിങ്ങൾ സംസാരിക്കുക. ഞാൻ പറയട്ടെ, ഐ ഓഫൺ പ്രോഫസി ടു മൈസെൽഫ്. എൻ്റെ കഷ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോനത്തൻ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ ആ കാര്യം ചെയ്തു കളഞ്ഞിരിക്കുന്നു, ആ കാര്യം ഞാൻ ചെയ്യും, നീ പേടിക്കണ്ട, നീ എഴുന്നേറ്റ് പോകുക, നീ സമാധാനമായി ഇരിക്കുക എന്ന് ജോനത്താൻ തന്നെ സംസാരിക്കുന്നു. പക്ഷേ ജോനത്താൻ്റെ അകത്തിരുന്ന ഒരാൾ സംസാരിക്കുന്നത്. ദിസ് ഈസ് ഇന്റർപ്രിട്ടേഷൻ, ദ സ്റ്റാർട്ടിംഗ് പീരീഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ പോകുന്നവർക്ക് പിന്നെ ആ ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സിനെ, പ്രത്യേകിച്ചുള്ള ആ മിനിസ്ട്രിയിലേക്ക് പോകാം. ഏതൊരു ടങ്സിനെയും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആ ഗിഫ്റ്റ് കിട്ടും. ഹല്ലേലൂയ. സൈക്കിൾ പഠിക്കുമ്പോഴുണ്ടല്ലേ, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം എന്നെക്കാളും കുറച്ച് എൽഡറായ ഒരുത്തിന് എന്നെ സൈക്കിൾ പഠിപ്പിച്ചു. അപ്പോൾ സൈക്കിൾ ഞാൻ ഇരുന്ന് പോകുന്നു, ഒരു വലിയ ഗ്രൗണ്ട് ആകുന്നു. അപ്പം ഇവൻ എൻ്റെ പിറകെ പിടിച്ചുകൊണ്ട് ഓടി വരുന്നു, ഞാൻ അങ്ങനെ റൗണ്ടായി വരുന്നു. പിന്നെ 3 റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നു, എൻ്റെ പിറകെ അവനില്ല. ഞാൻ അങ്ങനെ സൈക്കിൾ പോകുന്നു. അവിടെ ഒരു വലിയ മച്ച് തലയിൽ ഒരു പെട്ടിയിൽ കുറച്ച് തൈരും പാലൊക്കെ കൊണ്ടങ്ങ് വരുന്നു. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നു. ഞാൻ പറയുന്നത്, അമ്മച്ചി മാറിക്കോ, ബ്രേക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നു, അമ്മച്ചി മാറിക്കോ. നേരെ കൊണ്ടിടിച്ചു, എല്ലാം ഞാൻ താഴെ വീണു. ഇന്ന് അങ്ങനെയില്ല. ദാറ്റ് ഈസ് ട്രെയിനിങ് ടൈം, ട്രെയിനിങ് ടൈം. ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ലാതിരുന്ന ഒരു ദിവസം സൈക്കിൾ ഓടിക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. നീന്തി പഠിക്കുന്നവർ ഒരു ഗ്ലാസ് ഉള്ളെങ്കിലും കുടിക്കാതെ പഠിച്ചവർ കാണത്തില്ല. തീർച്ചയായിട്ടും കുടിക്കും. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും കുടിച്ചുകൊണ്ട് ഇരിക്കില്ല, നീന്താൻ പഠിക്കും, അല്ലേ? ഇതുപോലെയാണ് ഏതൊരു ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരും. അത് നിങ്ങൾക്ക് ദൈവത്തിന് ഇടയുള്ള തെറ്റാണ്, ആരും അറിയുന്നില്ല. റൂമിൽ നീ അന്യഭാഷ സംസാരിച്ച് നീ തന്നെ ഇന്റർപ്രറ്റ് ചെയ്തോ? ഹലോ, ആരും അറിയാതെ അവിടെ നടക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ പറയും, മുറിയുടെ അകത്ത് ആടാത്തവൻ അമ്പലത്ത് ആടത്തില്ലെന്ന് പറയും. മുറിയുടെ അകത്ത് പ്രാർത്ഥനയിൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്യണം. ഞാൻ പറയട്ടെ, അടുത്ത 10 വർഷങ്ങൾ നടക്കാൻ പോകുന്ന മഹത്വമായ കാര്യങ്ങൾ നിങ്ങളുടെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത് നിങ്ങൾ കാണും. അത്ഭുതം തോന്നും. ഇത് എങ്ങനെ സംഭവിച്ചു? ദാറ്റ് ഈസ് കംസ് ത്രൂ പ്രോഫറ്റിക് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ടങ്സ്. ഹല്ലേലൂയ. അടുത്ത് ഞാൻ പറയാം, എല്ലാ ടങ്സും ഇന്റർപ്രിട്ടേഷൻ ടങ്സ് അല്ല, വ്യാഖ്യാനം ചെയ്യുന്ന ടങ്സ് അല്ല. എഡിഫിക്കേഷൻ ഉള്ള ടങ്സ് ഡിഫറെന്റ്. ഇന്റർപ്രിട്ടേഷൻ വരുന്ന ടങ്സ് നമ്മുടെ ആത്മീയവർദ്ധനയ്ക്കായി സംസാരിക്കുന്ന ടങ്സിൽ നിന്നും കുറച്ച് അനോയിന്റിങ് കൂടുതലായിരിക്കും. ആ ടങ്, അതായത് പ്രവാചകന്മാർക്ക് ഞാൻ പറയട്ടെ, പ്രവചനം വരുമ്പോൾ വരുന്ന ടങ്സ് ശക്തമായി വരും. ഒരു 25% കൂടി ശക്തി കൂടി വരും. അങ്ങനെ കൂടി വരുന്ന ആ ശബ്ദം വരുമ്പോൾ അതിൻ്റെ കൂടി അവർ പ്രവചനം ചെയ്യുന്നു. സാധാരണമായിട്ട് അന്യഭാഷ സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ ടങ്സ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട, വ്യാഖ്യാനം ചെയ്യേണ്ട ടങ്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ടങ്സിൽ കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിൽ വരുമ്പോൾ നിങ്ങൾ റെഡി ആയിക്കൊള്ളണം. ഓക്കെ, അടുത്ത് ടങ്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെ? ബൈബിളിൽ
1 കൊരിന്ത്യർ ലേഖനം 14 പൗലോസ് പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്നവൻ അതിനെ വ്യാഖ്യാനിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ആരെല്ലാം ടങ്സിൽ സംസാരിക്കുന്നു, നിങ്ങൾ എല്ലാവർക്കും, ടങ്സിൽ സംസാരിക്കുന്ന എല്ലാവരും ദൈവത്തോട്, കർത്താവേ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു, ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതിന് എനിക്ക് ആ വരം വേണമെന്ന് ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് തരും. അന്യഭാഷ വ്യാഖ്യാനിക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ ഓടിക്കള, നിന്നിലിരിക്കുന്നു അവർ എടുത്തു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറക്കുന്നവരോട് പറക്കാൻ പഠിക്കണം, ഓടുന്നവരോട് ഓടാൻ പഠിക്കണം. താറാവിനോട് നടന്ന കാലമൊക്കെ തീർന്നു, അവസാനിച്ചു. ഇന്ന് നിങ്ങൾ പറക്കേണ്ട നാളുകളാകുന്നു. ലോകങ്ങൾ തുറന്നിരിക്കുന്നു നിങ്ങൾക്ക്. മണിക്കൂറിൽ നിങ്ങൾ അടുത്ത രാജ്യത്തിലേക്ക് കടന്നു പോകാം. ലോകങ്ങൾ തുറന്നിരിക്കുന്നു നിങ്ങൾക്ക്. നിങ്ങൾ ലോകത്തിന്റെ അരിതുവരയിലും ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ മാത്രമല്ല, ജനങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ടങ്സിൽ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ നിദാനിക്കുമ്പോൾ, അവരുടെ ഹൃദയത്തിൽ അകത്തിരുന്ന് ആത്മാവിൽ അതങ്ങനെ വരുമ്പോൾ അതിനെ അവർ അങ്ങനെ പറയണം. അത് ഒരു വേർഡായിരിക്കാം, ഒരു സെന്റൻസ് ആയിരിക്കാം, 3-4 സെന്റൻസ് ആയിരിക്കാം. 2, ഒരു അന്യഭാഷയ്ക്ക് ഒരു സഭയിലിരിക്കുന്ന 10 പേർക്ക് വ്യാഖ്യാനം വരും. എല്ലാം ചേർത്തിട്ടാൽ അത് ഒരു പാസേജ് ആയിരിക്കും, ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതിൽ ഏതൊരു മാറ്റം ഉണ്ടാകില്ല. കണ്ടിന്യൂവേഷൻ കറക്റ്റ് ആയിട്ടിരിക്കും. യു ആർ ഗെറ്റിംഗ്? മനസ്സിലാകുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? പാട്ടിൽ വരുന്ന അന്യഭാഷയ്ക്ക് വ്യാഖ്യാനം പാട്ടിൽ വരും. വ്യാഖ്യാനിക്കുന്ന വ്യക്തിയും പാടും, പാട്ടായിട്ടത് വരും. ചിലപ്പോൾ അന്യഭാഷയുടെ വ്യാഖ്യാനം ദർശനമായിട്ട് വരും, വിഷനായിട്ട്, ഡ്രീംസ് ആയിട്ട് വരും. ചിലപ്പോൾ പാരബിൾ ആയിട്ട് വരും. വാട്ട് ഈസ് പാരബിൾ? ദാവീദ് പാപം ചെയ്തു, പശുമായോടുകൂടി 1 വർഷം മിണ്ടാതിരുന്നു. കർത്താവിന് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ വളരെ സ്നേഹിച്ച് ദൈവത്തോട് നടക്കുന്നവന് തെറ്റുണ്ടായാൽ അവൻ മിണ്ടാതിരുന്നാലും ദൈവം മിണ്ടാതിരിക്കില്ല. കർത്താവ് അവനെ തേടി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനോട് പറഞ്ഞു, നീ ചെന്ന് അവനോട് പറയാന്ന് പറഞ്ഞു. നാഥാൻ ചെന്ന് അവിടെ ചെന്ന് ഒരു പാരബിൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ആടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലൊരു ധനവാൻ ഉണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ ഒരുത്തൻ വിരുന്നിന് വന്നപ്പോൾ അവൻ ഈ ആടിനെ പിടിച്ചു കൊന്ന് അവന് വിരുന്ന് വെച്ചു കൊടുത്തു. ഇത് ശരിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞു, അല്ല, എന്റെ ദേശത്ത് നടക്കാറില്ല, അവൻ കൊല്ലണം. അവൻ ദൈവത്തിന്റെ പ്രവാചനാന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, അത് നീ തന്നെയാകുന്നെന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു മിണ്ടാതെ പോകും. അത് നീ തന്നെ ആകുന്നു ദാവീദ് എന്ന് പറഞ്ഞു. ദിസ് ഈസ് കോൾഡ് പാരബിൾ. ഒരു വ്യക്തി അന്യഭാഷ സംസാരിക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് അതൊരു കഥ പോലെ വരും, ഒരു സ്റ്റോറി പോലെ വരും. ഇദ്ദേഹം ആ സ്റ്റോറി അങ്ങനെ പറഞ്ഞാൽ മതി. എവ്രിബഡി നോ, എല്ലാവർക്കും അറിയാം ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു നമ്മുടെ ദൂതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ സഭകളിൽ ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിച്ചിട്ട് മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിച്ചതിന് ശേഷം ആ പാസ്റ്ററോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എൽഡറോ ഇതൊക്കെയും ചേർത്ത് ഒരു പ്രസംഗം ചെയ്യാം. ഇതൊക്കെയും ചേർത്ത് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അതും വ്യാഖ്യാനത്തിൻ്റെ അകത്തിരിക്കുന്നതാ. ചിലപ്പോൾ അവർ പറയുന്ന ആ അന്യഭാഷയുടെ വ്യാഖ്യാനം ഒരു പ്രസംഗമായിട്ട് വരാം. ഏത് തരത്തിലും ദൈവം മനുഷ്യരോട് സംസാരിക്കുവാനാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നു, സഭയിൽ 1 കൊരിന്ത്യർ 14 ഒരു വ്യക്തിക്ക് അവൻ്റെതായ ആത്മീയ വർധനയ്ക്കായിട്ട് എഡിഫിക്കേഷന് വേണ്ടി പറയുന്നതുണ്ട്, സഭയ്ക്കായി പറയുന്നതുണ്ട്. ഈ വചനത്തെ തെറ്റാക്കുന്നവരൊക്കെ ഇത് രണ്ടും അതിൻ്റെ വ്യത്യാസം അറിയാതെ അങ്ങ് പറയും. അവൻ പറയുന്നു, when you gather together as a church, നിങ്ങൾ സഭയായി കൂടി വരുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് നിങ്ങളിൽ ആരും അതിനെ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ സഭയ്ക്ക് എങ്ങനെ ആത്മീയവർദ്ധന ഉണ്ടാകും? അതുകൊണ്ട് സഭ കൂടി വരുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചാൽ 2 അല്ലെങ്കിൽ 3 പേർ സംസാരിക്കട്ടെ, മറ്റുള്ളവർ അതിനെ
വ്യാഖ്യാനിക്കട്ടെ. വ്യാഖ്യാനിക്കുന്നവൻ ഇല്ല എങ്കിൽ സഭയിൽ അന്യഭാഷ സംസാരിക്കരുതെന്ന് പറയുന്നില്ല. അവനും ദൈവത്തിന്റെ ഇടയ്ക്കിൽ അവൻ സൈലന്റ് ആയിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. ഇവിടെയാണ് പെന്റക്കോസ്റ്റൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. തീമോത്തേയിനോട് പൗലോസ് പറഞ്ഞു, നീ നിന്റെ ചെറുപ്പകാലം മുതൽ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന വചനമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് ഇത് മനസ്സിലാവും. സഭ കൂടി വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. യു ഹാവ് യുവർ ലിബർട്ടി, ഫ്രീഡം, എന്തും ചെയ്യാം. പക്ഷേ സഭ എന്തിനറിയാമോ? എല്ലാവരുടെ ആത്മീയ വർധനയ്ക്കായിട്ടാണ്. എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. എല്ലാവരും വളരണം, അതാണ് ദൈവത്തിന്റെ ഹിതം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് മണിക്കൂർ അന്യഭാഷ സംസാരിച്ചിട്ട് പോകുമ്പോൾ അതിൽ കൂടി ആർക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ അന്യഭാഷയിൽ 1000 കണക്കിൽ സംസാരിച്ചിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന വാക്കിൽ നിങ്ങളോട് 5 വാക്കെങ്കിലും സംസാരിക്കാതെ അന്യഭാഷ സംസാരിച്ചാൽ അതുകൊണ്ട് ആർക്ക് ആത്മവർദ്ധന ഉണ്ടാകുന്നു? അതുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ 4 അല്ലെങ്കിൽ 5 വാക്കെങ്കിലും അങ്ങനെയുള്ള വാക്ക് പറയുമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14 ഇതൊക്കെയും ഇരിക്കുന്നു, ഈ ചരിത്രമൊക്കെ. ഈ സിസ്റ്റം കൊണ്ടുവന്നാൽ സഭയിൽ നമുക്ക് ആദ്യം കുറച്ചൊക്കെ കുഴപ്പമുണ്ടാകും. അയ്യോ, അന്യഭാഷ ശബ്ദമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്നൊരു കാര്യം പറയാം. അന്യഭാഷ ശബ്ദമായിട്ട് തന്നെ സംസാരിക്കണം എന്ന് ബൈബിൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നൊരു കാര്യം, ഒത്തിരി പേർക്ക് അന്യഭാഷയിൽ മണിക്കൂറിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നറിയാമോ? ദേ ആൾവേസ് ഡിപ്പെൻഡ് ഓൺ ഫീലിങ്സ്. ഓ, ചൂട്, ദർ ഇസ് നോ ഫീലിങ്സ് ഇൻ ദാറ്റ്. അതിനും ഫീലിങ്ങിനും ഒരു സംബന്ധമില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഫീലിംഗ് പിന്നെ വരും, വരാതിരിക്കും, അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ 3 മണിക്കൂർ അന്യഭാഷ സംസാരിച്ചിട്ടേ പോകും. നിങ്ങൾ ഫീലിങ്സിൽ ചേർന്നിരുന്നാൽ നിങ്ങൾ വളർന്നു പോകത്തില്ല. ഫീലിങ്സ് പിന്നെ വരും. ഞാൻ പറയട്ടെ, ഒത്തിരി ഹീലിങ്സ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറയട്ടെ, ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ കോട്ടേജ് ഭവനം കഴിഞ്ഞിട്ട്, ആരാധന കഴിഞ്ഞിട്ട് ഞാനും ഒത്തിരി സഹോദരിമാരുമായിട്ട് റോഡിൽ നടന്നു പോകുമ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന ഒരു എൽഡർലി ലേഡി, അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ബ്രസ്റ്റിൽ ക്യാൻസറുണ്ട്, എൻ്റെ ഭർത്താവ് സ്റ്റൊമക് ക്യാൻസർ കൊണ്ട് മരിച്ചു, എനിക്ക് ക്യാൻസറുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തു, ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചെയ്യണമെന്ന് അറിയില്ല എന്ന് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ആ റോഡിൽ തന്നെ തലയെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ സുഖമാകുക എന്ന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹം അവിടെ തന്നെ സുഖമായി. പിന്നെ എന്തായാലും ഇവനെ വിടരുതെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് തന്നു. എൻ്റെ അമ്മാവി അമ്മയാ അത്. ഇപ്പോൾ നല്ല ഗിഫ്റ്റ് ഓപ്പറേഷൻ ഉള്ളവർക്ക് നല്ല ഭാര്യമാർ കിട്ടും. അലഞ്ഞു നടക്കണ്ട, അവർ തന്നെ കൊണ്ടുവന്ന് തരും, കെട്ടിക്കോ എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ വന്നില്ലേ, തുള്ളി ചാടി ഒരു വലിയ പ്രാർത്ഥനയൊക്കെ ചെയ്തു. ഓ, അന്യഭാഷ സംസാരിച്ചു, ശിവറബല ഖബറ, ഓ ഹീൽ. യേശു പറഞ്ഞു, അവർ രോഗിയുടെ മേൽ കൈകളെ വയ്ക്കും, അപ്പോൾ തന്നെ അവർ സൗഖ്യമാകും. I believed in that word. ഞാൻ അതിനെ വിശ്വസിച്ച് ഇന്ന് വരെ 1000 കണക്കിൽ ജനങ്ങൾ സുഖമായിരിക്കുന്നു. സിമ്പിൾ പ്രേയർ. പെന്തോസുകാർക്ക് സിമ്പിൾ പ്രേയർ ചെയ്യരുത്. എൻ്റെ സഭയിൽ ഒരു സഹോദരിക്ക് കുഴപ്പമുണ്ടായി, 3 മാസം കൊണ്ട് സുഖമില്ല. എനിക്കറിയാം എന്തുകൊണ്ടൊന്നു. സഭയിൽ എത്ര കുഴപ്പമുണ്ടാക്കുന്നത് ആ സഹോദരിയാ. അടിയിൽ തീ വയ്ക്കുന്ന പണിയാ. ഫിറ്റർ ടർണറൊക്കെ ഉണ്ട് സഭയിൽ, അറിയാമോ? ഫിറ്റർ ടർണർ വെൽഡറൊക്കെ ഉണ്ട് സഭകളിൽ. ഈ ഫിറ്റിംഗ് ടർണർ വേലയൊക്കെ അദ്ദേഹം ചെയ്യുന്നു. എനിക്കറിയാം, നോക്കിയിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് രോഗത്തിലായി, 3 മാസം അവിടെയാ, ഞാൻ പോയില്ല. എല്ലാവരും ചോദിക്കുന്നു, പാസ്റ്ററെ അദ്ദേഹത്തിന് ചെന്ന് പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു, പോകാം, സമയമില്ല. എന്തൊരു പാസ്റ്ററെ, മൂത്ത വിശ്വാസിയല്ലേ, പോകണ്ടേ? പോകാം. എനിക്കറിയാം അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കട്ടെ, അതിനുശേഷം പോവാം. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് സഹോദരി എങ്ങനെ ഉണ്ട്, ഇങ്ങനെ എന്നെ ഒരു നോക്കി. പാസ്റ്റർമാർക്കറിയാം അത് എങ്ങനെയായിരിക്കുമെന്ന്. തീ കത്തുന്ന നോക്കി, കൊള്ളാം. പതുക്കെ ചെന്ന് തലയിൽ വെച്ചിട്ട്, കർത്താവേ
സ്തോത്രം. കർത്താവ് സഹോദരി സൗഖ്യമാത്തിന് നന്ദി, ശരീരത്തിന് ബലം കൊടുക്കുന്നതിന് നന്ദി. സ്തോത്രം കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വന്നു, അദ്ദേഹം പറഞ്ഞു, വന്നു കാണാൻ പ്രാർത്ഥിച്ചു. കൂളായിട്ടൊരു പ്രാർത്ഥന. കൂളായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ അവിടെ കുറച്ച് ഷൗട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നാലുണ്ടല്ലേ, കിട്ടുമായിരുന്നു. കിട്ടിയില്ല. കൂളായിട്ട് പോയാൽ കിട്ടുകയില്ല. കുറച്ച് ഷൗട്ടിംഗ് ഒക്കെ ഉണ്ടായാൽ കിട്ടും. അത് കണ്ട ഒത്തിരി പേർ ഷൗട്ടിംഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കൂൾ പ്രാർത്ഥനയ്ക്കൊക്കെ പൈസ കൊടുത്താലേ ഷൗട്ടിംഗ് കാണില്ല, രോഗസൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഫീലിങ്ങിനെ ചേർന്നിരിക്കരുത്. There is no need to feel. You have it. അത് വരും. നിങ്ങൾ ഇരുന്ന് 3 മണിക്കൂർ ഇന്ന് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓക്കെ, 3 മണിക്കൂർ ഡിസൈഡ്. 15 മിനിറ്റിന് മുകളിൽ വണ്ടി പോകത്തില്ല മുമ്പോട്ട്. ഞാൻ പറയട്ടെ, 3 മണിക്കൂർ എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. കർത്താവേ, 3 മണിക്കൂർ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് ഞാനൊക്കെ വളർന്നു വന്നത്. 15 മിനിറ്റിനകം 15 പ്രാവശ്യം വായിച്ചു നോക്കും. ഓ കർത്താവ്, 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് 15 പ്രാവശ്യം 15 മിനിറ്റൊക്കെ നോക്കി. ഒരു 5 മിനിറ്റും 5 മണിക്കൂർ പോലെയാണ് പോകുന്നത്. അങ്ങനെ തന്നെയാ പോകും. വിടരുത്, ഞാൻ പോകില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടി ഞാൻ ഇരിക്കും. ഇവിടെ സ്തുതിക്ക് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഉറങ്ങും. കർത്താവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കർത്താവെ, പ്രാർത്ഥിക്കാൻ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നിന്റെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നു, അഭിഷേകം നിറയ്ക്കണമെന്ന്. അതിന് അഭിഷേകം കിട്ടും. ഇല്ല, വിടരുത്. ഫീലിംഗ് ഒന്നും വരത്തില്ല. സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കൊണ്ടുപോകണം. ഹല്ലേലൂയ. കാറിന് കീ ഇട്ടും സ്റ്റാർട്ട് ചെയ്യാം, തള്ളി എന്ത് ചെയ്യാം, സ്റ്റാർട്ട്. ചിലപ്പം കീ പോകുമ്പോൾ തന്നെ അഭിഷേകം കിട്ടും, തുടങ്ങിക്കൊള്ളണം. കിട്ടിയില്ല, തള്ളിയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പോകണം. ഹല്ലേലൂയ. കിട്ടിയില്ല, ഇന്ന് എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു എന്ന് പോകരുത്. ഇന്ന് നിങ്ങൾ പോകത്തില്ല. അടവൊക്കെ പഠിക്കുന്നു. ഇപ്പോൾ പോകത്തില്ല. നിങ്ങൾ അടവ് പഠിക്കുന്നു, മറ്റൊരു അടി വാങ്ങിക്കുന്നു. സ്തോത്രം. എറണാകുളത്ത് മറ്റൊരു അടി കിട്ടുന്നു, നിങ്ങൾക്ക് അടവ് പഠിക്കുന്നു. ഹല്ലേലൂയ. സോ പ്രവചിക്കുമ്പോൾ ആയാലും ശരി, അന്യഭാഷയുടെ വ്യാഖ്യാനിക്കുമായാലും ശരി, ഒരു എക്സ്റ്റസി ഉണ്ടാകുന്നു. ഓ ഇതൊക്കെ വരുന്നില്ല, വെറുതെ വരുന്നില്ല, വളരെ ശക്തമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ സഭയിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ ആരും ഇല്ലെങ്കിൽ ദയവായി ശബ്ദമായി സംസാരിക്കേണ്ട. നിങ്ങൾക്കും ദൈവത്തിനിടയിൽ നിങ്ങൾ ധാരാളം സംസാരിച്ചോളാം. 1000 പേര് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അന്യഭാഷ സംസാരിക്കുന്നതും ശബ്ദമുയർത്തി സംസാരിക്കുന്നതും ഒരു രീതിയിൽ തന്നെ അഭിഷേകം വരും. അതുപോലെ സെയിം. എന്തുകൊണ്ട് സഭകളത് ചെയ്തുകൂടാ? ഇങ്ങനെ എല്ലാവരും, ആരും വ്യാഖ്യാനിക്കാനില്ല, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ട അന്യഭാഷ വരുന്നില്ല, എല്ലാവരും അങ്ങനെ ഇരുന്ന് ശബ്ദമുയർത്താതെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നു വെച്ചോ. നിങ്ങൾ വചനപ്രകാരമാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ പറയട്ടെ, അവിടെ ആരുടെ മുകളിലെങ്കിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി അതിൽ നിന്ന് അന്യഭാഷ, ഓ റിമ കിംബാര ശന്തായ അമ്മ ലക്കഷ്യ റോദോബ മീമ ലോ ശന്തോറുയ എന്ന് വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഓ ഇത് ഈ ഇന്റർപ്രിട്ടേഷനുള്ള അന്യഭാഷയാണ്, സംസാരിക്കട്ടെ. എല്ലാവരും അങ്ങനെ അന്യഭാഷ സംസാരിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ മറ്റുള്ള ഹൃദയങ്ങളിൽ അങ്ങനെ വരും, ഇതാ ജനങ്ങളെ, എറണാകുളത്തൊരു വലിയ റിവൈവൽ ഉണ്ടാകുന്നു എന്ന് യഹോവ വിളിച്ചു പറയുന്നു എന്ന് ഒരു വ്യക്തി അങ്ങ് പറയുമ്പോൾ കർത്താവ് പറയും, അത് ഈ സ്ഥലത്ത് നിന്ന് വരുന്നു, അത് ഇങ്ങനെ വരുന്നു. 10 പേര് തന്നെ ആ ഒരു അന്യഭാഷയെ വ്യാഖ്യാനിച്ചു പറയും. സഭയിൽ ഒരു വലിയ ഉണർവുണ്ടാകും. ഓ മൈ ഗാഡ്, വി ഗാട്ട് ഇറ്റ്.